നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ആയോധന കലാരംഗത്ത് 40 വർഷം പൂർത്തിയാക്കിയ അഷ്റഫ് മാസ്റ്റർ ആദരിച്ചു. ആയോധന കലാരംഗത്ത് 40 വർഷം പൂർത്തിയാക്കിയ അഷ്റഫ് മാസ്റ്ററെ കൊച്ചി പൗരാവലി ആദരിച്ചു. മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പൂർത്തീകരിച്ച ഒരു മഹത് വ്യക്തിത്വത്തെ ആദരിക്കുന്ന മഹത്തായ ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 40 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് എണ്ണമറ്റ ശിഷ്യന്മാരെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ചു. ഒരു മേഖലയിലില്ല, ബോക്സിംഗ് ആയാലും കളരിപ്പയറ്റായാലും നമ്മുടെ കരാട്ടെ പോലുള്ള ആയോധന കലാരംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരുപാട് ശിക്ഷ ഗുണങ്ങൾ അദ്ദേഹത്തിന് ഈ സമൂഹത്തിൽ സംഭാവന ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ഈ വേദിക്ക് പുറകുവശത്തുള്ള നമുക്കറിയാം രാമനാശാൻ സ്ഥാപിച്ച ഏതാണ്ട് 1902 രാമനാശാൻ സ്ഥാപിച്ചാണ് നമ്മുടെ കൊച്ചിയിൽ കൊച്ചി ജിംനേഷ്യം. മുൻ മേയർ KJ സോഹൻ മുഖ്യ പ്രഭാഷണം നടത്തി. സ്വാഗത സംഘ ചെയർമാൻ TS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കായിക വിനോദങ്ങൾക്കായിട്ട് ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിലും ആയോധന കലയ്ക്ക് വേണ്ടി മാത്രമായി കൊച്ചിക്ക് അത്ര മഹത്തായ പരമവാശനിൽ തുടങ്ങി കളരി പരമവാശനിൽ തുടങ്ങുന്ന ശ്രീധരനാശാൻ, വാപ്പച്ചനാശാൻ, ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഗഫൂർ ഉസ്താദ്, ഇസ്മയിൽ ഉസ്താദ്, അങ്ങനെ പരമ്പരകൾ നിരവധിയാണ് എടുത്തു പറയാനാണെങ്കിൽ. അതുപോലെ അഷ്റഫ് മാസ്റ്ററിൻ്റെ പിതാവ് അമ്മു ഇസ്മായിൽ സാഹിബ്, ഇവരൊക്കെ വളർത്തിക്കൊണ്ടുവന്ന പാരമ്പര്യം നിലനിർത്തുന്നതിന് വേണ്ടി ആയോധന കലകൾക്ക് വേണ്ടി മാത്രമായി കുറച്ച് സ്ഥലം കോർപ്പറേഷൻ്റെ പേരിൽ മാറ്റിവെക്കണം എന്നൊരു അഭ്യർത്ഥനയാണ്. അങ്ങനെ ഒരു പ്രൊജക്റ്റ് വരാൻ പോകുന്ന കൗൺസിലർ MHM അഷ്റഫ്, സെൻസായി PK ഗോപാലകൃഷ്ണൻ, മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ MM സലീം, സെൻസായി വിനോദ് മാത്യു, അമീർ മദനി, A അനിൽകുമാർ, കൗൺസിലർ ഷീബ ഡുറോം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.